ഹലോ ഫുഡീസ്, വെൽക്കം ടു ദി ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് പൂരിയുടെയും ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബാജി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3 പൊട്ടാറ്റോ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ വലിയ ക്യാരറ്റ് തന്നെ അതുകൊണ്ട് പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ചെറിയതാണെങ്കിൽ ഒന്നെടുക്കാം. പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലിയും ഒരു ഒണിയനും സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ വരുന്ന ജിഞ്ചറും കൂടി ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 വിസിലിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ കറി നല്ല ലൂസായി പോവും. പിന്നെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും കുക്കാവുമ്പം തന്നെ. അതുകൊണ്ട് 1/2 കപ്പിൽ കുറവായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 2 വിസിലിന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉടച്ച് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ആ വലിയ കഷ്ണം ഒന്ന് ഉടയുന്ന പോലെ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് ജെൻറ്റലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ഒന്നും ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ഒരു 3 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിടി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിട്ടാണ് കറിക്ക്. അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് തിളവരട്ടെ. ഇത് ഞാൻ ഇന്ന് പൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പം അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കൊറിയാൻഡറിലേക്ക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസ്റ്റാർഡൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ്സ് കടുവും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാജി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കാതെ. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനും. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.